ഈ സിനിമാ മേഖലയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പേടിക്കുന്നത് അതുകൊണ്ടാണ് സിനിമയിലേക്ക് വിടാനായിട്ട്. മക്കളെ പെൺകുട്ടികളെ വിടാനായിട്ട്. പെൺകുട്ടികൾ എത്രയോ പേര് ബോൺ ആക്ട്രസ് ഉണ്ട്, അവരെ വരെ രക്ഷിതാക്കൾ വിടുന്നില്ല. എന്താണ്? ചാനൽ മലയാളം ഇന്ന് വന്നിരിക്കുന്നതേ ഒരു MBA-കാരനായ കലാകാരനായ സിനിമാ നടൻ്റെ അടുത്താണ്. 1 രൂപയുടെ നാരങ്ങ മിഠായിക്ക് 1 ലക്ഷത്തിൻ്റെ ബിൽഡപ്പ് കൊടുത്ത നായകൻ ആരാ നോക്കാം. ഹായ്, വിഷ്ണു വീരഭദ്രൻ. ഹായ്. ഞാൻ സത്യം പറഞ്ഞ ഒരു KGF സ്റ്റൈലൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടി സൈസൊക്കെ തോന്നുന്നുണ്ട്. ആള് നൈസാണ് അല്ലേ? നമുക്ക് അകത്തേക്ക് കയറാം. അപ്പം ഇന്ന് പണിയൊന്നുമില്ല, ഫ്രീ ആണ്. കുറച്ച് ദിവസമായിട്ട് പണിയൊന്നുമില്ല. ഇവിടെ അപ്പോൾ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാൻ, അച്ഛൻ, അമ്മ മാത്രമേ ഉള്ളൂ. ഒറ്റ മകൻ. അപ്പൊ അച്ഛൻ അവിടെ പോയി? അച്ഛൻ കോടതി പോയത്. അമ്മ കേസുണ്ട്, അമ്മ അവിടെ അകത്തുണ്ട്. ഈ ഒറ്റ മകനായതിന്റെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. വേണമല്ലോ, സ്വാഭാവികം. വിഷ്ണു ശരിക്കും കോഴിക്കോട്ടുകാരൻ തന്നെയാണോ? കോഴിക്കോട് എന്ന് പറയാൻ മലപ്പുറം ബോർഡറാണ്. അപ്പൊ എങ്ങനെ ഭാഷയൊന്നും കിട്ടിയിട്ടില്ലല്ലോ ശരിക്കും? കോഴിക്കോട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ പുറമെ പോയാലൊക്കെ ഒരു തനി മലപ്പുറം. അത് ഈ കറങ്ങണോണ്ടാണ്, ലോകം ചുറ്റുന്നോണ്ടാണ്. അതെ, നമ്മൾ ഈ ഓഡീഷന് സിനിമ ഷൂട്ടൊക്കെ ആയിട്ട് ഒരുവിധം കേരളം മൊത്തം കറങ്ങി. അതിൽ ഭാഗ്യമുണ്ടായി. വിഷ്ണുവിന്റെ ഒരു ഇൻട്രോ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞതേ വിഷ്ണുവിന്റെ നാരങ്ങ മിഠായിയുടെ കഥയാണ്. അതായത് 1 രൂപയുടെ നാരങ്ങ മിഠായിക്ക് 1 ലക്ഷത്തിന്റെ ബിൽഡപ്പ് കൊടുത്ത ആള് അല്ലേ? 25 വയസ്സിലെ നാരങ്ങ മിഠായി. അത് പണ്ടായിരുന്നില്ല, ഇപ്പൊ 1 രൂപയില്ലേ? അപ്പൊ അതൊന്ന് പറയും, അല്ലെങ്കിൽ അത് എന്താന്ന് വിചാരിക്കും കൺഫ്യൂസ് ആവും കേൾക്കുന്നവർ. അത് എനിക്ക് അതിന്റെ ഡയറക്ടറാണ് കയറി ചാൻസ്. ഡയറക്ടർ ഹരീഷ് സി സേന എന്ന് പറയും. ഡയറക്ടറുടെ പേര് അങ്ങനെയാണ്. ഞാനിങ്ങനെ നമ്മളെ വാട്സാപ്പിൽ ഇങ്ങനെ അവരെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അയക്കും. അന്ന് കുറച്ച് മുടി നീട്ടിയ ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അയച്ചു. പലരും പറയുന്നുണ്ട് വെച്ചാല് എന്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഒരാഴ്ച ഭക്ഷണം കുറച്ച ഭയങ്കരമായിട്ട് മെലി. ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു മുടി നീട്ടി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ജാക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ, കോട്ട് അണക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ MBA പഠിച്ചപ്പോൾ കോട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ഫോട്ടോ അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുറമെ അച്ഛനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച ഫോട്ടോ തന്നെ സെൻഡ് ചെയ്യിപ്പിച്ച് ഓക്കെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഡേറ്റ് പറഞ്ഞു തന്നു. ആലപ്പുഴ വെച്ചിട്ട് ഹരിപ്പാട് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. ഹരിപ്പാട് കുറച്ചുള്ളോട്ട് ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. 1 ദിവസത്തെ ഷൂട്ട്. ഡബിങ് ഞാൻ, എൻ്റെ ശബ്ദം അല്ല, അത് വേറെ ആ ശബ്ദമാണ്. 1 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആഡായിരുന്നു അല്ലേ അത്? ഇപ്പൊ ഈ MBA-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ MBA എടുത്തതിന്റെ പിന്നിലെ ചേതവികാരം അത് വീട്ടുകാർ നിർബന്ധമാണ്. പിന്നെ വീടിൻ്റെ അടുത്തൊരു കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് പഠിക്കാൻ വിചാരിച്ചു. പിന്നെ പുറത്തൊക്കെ പോയി പഠിക്കാൻ പുതിയൊരു ചെറിയ ഹോം സിക്നസ് ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ പോയത്. അല്ല, അപ്പൊ അന്നേ ഈ ഒരു സിനിമാക്കാരനാവണം എന്നുള്ള മോഹം തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കും. 9ാം ക്ലാസ് 8ാം 6ാം ക്ലാസ് കുട്ടിക്കാലത്തെ ഉണ്ട്. നമ്മള് ഇതാ TV ഉണ്ടല്ലേ, പഴയ TV ആണ്. അതിൽ നിന്നാണ് സിനിമ ഉണ്ട്. 4ാം ക്ലാസ് ആണ്, നമ്മളൊക്കെ ജനറേഷൻ ആണല്ലോ. 4 മണിന്റെ ഞായറാഴ്ച സിനിമയ്ക്കാണല്ലോ നമുക്ക് ആകെപ്പാടെ. 4 മണിയുടെ സിനിമ വളരെ കാത്തിരുന്ന് വരുന്ന ഒരു ദിവസമാണ് അത്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, സിനിമാക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹം എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ തന്നെ ലാലേട്ടനാണ്. ചെറുപ്പം മുതലേ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്താണ് എന്നെ കൂടുതലായിട്ട് അതിലേക്ക് ആകർഷിച്ചത്. നമ്മൾ ഏതൊരു ഫീൽഡിലേക്കും ഇപ്പോൾ ഒരാൾ ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ആഴത്തിലുണ്ടാവും. അപ്പം എന്നെ ഫീൽഡിലേക്ക് ആകർഷിച്ച അദ്ദേഹം. ഈ പാരന്റ്സ് എങ്ങനെ ഇപ്പൊ ഒറ്റ മകനാണല്ലോ, ഒരു മകനാവുമ്പോ അതെ നിർത്തിയിട്ട് വല്ല പണിക്കുമ്പോടാ എന്ന് പറയാറുണ്ട്. കാരണം പല ആർട്ടിസ്റ്റുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് സേഫ് ആയിട്ടുള്ള സ്ഥലത്താന്ന് എനിക്കറിയാം. പണിക്ക് പോയില്ലെങ്കിലും സേഫാന്ന് എനിക്ക് ബോധം എനിക്കുണ്ടായത്. പാരന്റ്സിന്റെ ചെലവിൽ കഴിയാന്ന് പുറമെ കേൾക്കുമ്പോ ഞാനിച്ചാൽ ഒരു പണിക്ക് പോകും. ഞാൻ എൻ്റെ പാഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടുന്നില്ല, കാര്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാലും ഒരു കുടുംബത്തിന് കയ്യിലുള്ളത് കിട്ടുന്നുണ്ടോ വെച്ചില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സന്ദർഭങ്ങളിൽ പൊതുവെ അവർ ചോദിക്കുമല്ലോ, അങ്ങനെ നിനക്ക് അതിലെ പണിക്ക് പോയിക്കൂടെ? അല്ല, ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ട്രോള് വരും. അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കാണ്ട്. അപ്പൊ അതാണ് ഉണ്ടായത്. അപ്പൊ ഉണ്ട്. പക്ഷെ അവര് ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ അനാവശ്യ മദ്യപാനം, പുകവലി, അനാവശ്യ കൂട്ടുകെട്ടില്ല. അവർക്ക് അറിയാം ഞാൻ ഏതുവരെ പോകുന്നത് അറിയാം. അതെ. അപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ച ഇതിലായിരുന്നു? ആദ്യമായിട്ട് അഭിനയിച്ചത് 2010 ഷോർട്ട് ഫിലിം, ഹിന്ദി ഷോർട്ട് ഫിലിം നഷ്ബന്ദി 1976. നഷ്ബന്തി 1976 യൂട്യൂബിലാണ് ആദ്യമായിട്ട് വന്നത്. തുടക്കം ഹിന്ദി ഷോർട്ട് ഫിലിം ആയിരുന്നു. അല്ല, അതിന്റെ മുന്നേ ബ്ലാക്ക് ഡേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. 2010. 2011 നഷ്ബന്തി ഹിന്ദി, നഷ്ബന്തി 1976 റിലീസാവുന്നത്.
അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രൊഫഷണലി ആക്ടിങ് പഠിക്കുന്നത്. കൊച്ചിൻ മീഡിയ സ്കൂളിൽ പോയിട്ട് മുരളി മേനോൻ സാറെ അറിയാം, മുരളി മേനോൻ സാറെ കീഴിൽ അഭിനയം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അഭിനയം പഠിക്കുന്നതിന് മുന്നേ ചെയ്ത ആക്ടിങ് അല്ല, അത് ജസ്റ്റ് നമ്മൾ ബിഹേവിങ് ഉള്ളു. പക്ഷെ സംതിങ് ഉള്ളുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അറിയാലോ, അതാ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 34 വയസ്സിൽ 35ഓളം ഷോർട്ട് ഫിലിമുകൾ വേറെ. അപ്പൊ ഞാൻ ആലോചിച്ചത് ജനിച്ചപ്പോൾ തുടങ്ങി അഭിനയിച്ചു തുടങ്ങിയതാണോ എന്നൊക്കെ. അതല്ലോ, ഞാൻ MBA 2015 കംപ്ലീറ്റ് ചെയ്തു. അപ്രോക്സിമേറ്റ്ലി 3 വർഷം മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2018 ഈ ഒരു കാലയളവ് വരെ സത്യം പറയണം കൊറോണ കാലത്തായിരിക്കും വർക്ക് കിട്ടിയത്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പല സ്ഥലത്തെ ഫ്രണ്ട്സ് കൂടിയിട്ട് കട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ കാലത്ത് ഒരു ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്ക് എന്താ പറയുക വർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ അറിയാലോ, അങ്ങനെ കാസ്റ്റിങ്ങുകൾ നന്നായിട്ടായിരിക്കും. കുറേ ഗ്രൂപ്പുകളുണ്ട്, ഫിലിം ഗ്രൂപ്പ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 10-35 ഫിലിം ഗ്രൂപ്പ്സ് ഉണ്ട്. ഒരു ദിവസം ഒരു ചുരുങ്ങിയത് 8 കാസ്റ്റിംഗ് കോൾസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് വേറെ പണി വീട്ടിലിരിക്കാണല്ലോ, അയച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 10 അയക്കുമ്പോൾ ഒരെണ്ണം വിളിക്കും. അങ്ങനെയാണ് ഈ 35 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. കൂടുതൽ ചാൻസ് നോക്കുമ്പോൾ 10 ആൾക്കാരുടെ അവസരം ചോദിച്ചാലേ ഒരാളെങ്കിലും തരുള്ളൂ. ഈ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു കടൽ, അല്ലെങ്കിൽ ഒരു കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ ആണോ ഇപ്പോൾ നാട്ടില്, അല്ലെങ്കിൽ അങ്ങനെ അല്ല, അങ്ങനെ നമ്മളെ ഘോഷിപ്പിച്ച് നടക്കുന്ന ആൾക്കാരൊന്നുമില്ല. എനിക്ക് എന്നെ പറ്റി ബോധമുള്ള സ്ഥിതിക്ക് എനിക്കിപ്പോൾ കട്ടപ്പന ഋത്തിക് റോഷനോ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാനെന്താണെന്ന് എനിക്ക് അറിയാലോ. പിന്നെ പറഞ്ഞ സ്പോട്ട് ഡബിങ് ചെയ്തിട്ടുണ്ടല്ലോ ഉഡായിപ്പില്, അതിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? എനിക്കെന്റെ ശബ്ദം കേട്ട് തന്നെ ഞാൻ രോമാഞ്ചം കൊണ്ട അവസ്ഥ. അല്ല, ആദ്യം ഡബ് ചെയ്ത് അതിലായിരുന്നു സ്പോട്ട് ഡബിങ്. സ്പോട്ട് ഡബിങ് എനിക്ക് തോന്നുന്നു അതല്ല, അത് ഉഡായിപ്പിന്റെ തന്നെ എന്റെ മുന്നേ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ, ഉഡായിപ്പിന്റെ തന്നെ. അത് സ്പോട്ട് ഡബിങ് ആയിരുന്നു. അത് സ്പോട്ട് ആയിരുന്നല്ലേ. ഈ ലൂസിഫറിലേക്ക് എങ്ങനെ എത്തിയപ്പോ? ലൂസിഫറിൽ ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ അവിടുന്ന് കോണ്ടാക്ട്സ് ഉണ്ടായി. ആന്റണി സാറ് ഞാൻ എല്ലാവരും കയറിയിട്ട് അങ്ങോട്ട് സംസാരിക്കും. കൊച്ചിൻ മീഡിയ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു കഴിവെന്ന് വെച്ചാൽ ഏതാളും അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് ഹെഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു എഞ്ചി പണിക്കരായി സാറേ ഒരു ചാൻസ് ഉണ്ടോ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് പറയാനുള്ള ധൈര്യം എനിക്ക് അവിടുന്ന് കൊച്ചിൻ മീഡിയ സ്കൂളിൽ നിന്ന് പഠിച്ച് കിട്ടും. അപ്പോൾ ആന്റണി സാർ അവിടെ ഇരിക്കുന്നുണ്ട്. സാറേ ഞാൻ ഇങ്ങനെയാണ്, കോഴിക്കോട് നിന്നാണ്, ലാലേട്ടൻ്റെ ഫാനാണ്, അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം കമ്പനിയാണ്. അദ്ദേഹത്തിന് ഓരോരുത്തരെ കണ്ടാൽ അവർക്കൊക്കെ മനസ്സിലാവും. കാരണം ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു പൊസിഷനിൽ നിൽക്കാൻ പറ്റില്ല. എന്നോടും തിരിച്ച് കമ്പനി ഞങ്ങൾ തിരിച്ച് സംസാരിച്ചു, നമ്പർ വാങ്ങിച്ചു, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കിട്ടുമ്പോൾ ഫോൺ എടുക്കും, ബിസി ആയിരിക്കും. ഇപ്പൊ സിനിമ തന്നെയാണല്ലോ അല്ലേ ലക്ഷ്യം എന്ന് പറയുന്നത്? സൈഡായിട്ട് ഒരു ഗോഡൗൺ ഉണ്ട്, അപ്പൊ അച്ഛനാണ് നടത്തുന്നത്. പക്ഷെ ഭാവിയിൽ അതിന്റെ വരുമാനം എനിക്ക് തന്നെയായിരിക്കും ഉണ്ടാവും. അതെ, അപ്പൊ അതും കൂടി ഏറ്റെടുത്ത് നടത്താനാണ് പരിപാടി. എന്നാലും ഇപ്പൊ ഏത് തെരഞ്ഞെടുക്കും? ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ, ഇങ്ങനെ 2 ഓപ്ഷൻ വയ്ക്കുകയാണെങ്കിൽ ഏത് തെരഞ്ഞെടുക്കും? ചോദ്യം അല്ല, അറിയണമല്ല. സിനിമ അല്ലാതെ വേറെ സത്യം പറഞ്ഞ സിനിമയിലൂടെ ചോറ് വാങ്ങിച്ച് കുടുംബം പറഞ്ഞ ആഗ്രഹം. അതെ അതെ. ഇപ്പൊ പറ്റുന്ന വലിയൊരു ഇതില് സിനിമ കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നില്ല എന്നുള്ള സിനിമ നമ്മുടെ ഈ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സപ്പോർട്ടാണ് ഇതിനപ്പോൾ? അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, തളർത്തുന്നവരുണ്ടാവും, വളർത്തുന്നവരുണ്ടാവും. എല്ലാവരുടെ ഇതിലും ഉണ്ടാവും, എൻ്റെ ഇതിലും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമുക്കത് കാരണം അത് ഒരു ആളെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്ന അവൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എന്നാണ് ഏതൊരു മഹാൻ പറയണ്ടത് എനിക്കത് അറിയില്ല. ഇപ്പൊ ഈ സിനിമയിൽ വന്നതിന് ശേഷം ഇത്രയധികം ഓഡീഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിഷ്ണുവിന് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ സിനിമയിൽ ശരിക്കും പാരമ്പര്യം എന്ന് പറഞ്ഞ സാധനം സ്വാധീനിക്കുന്നുണ്ട്. അതായത് കഴിവാണോ പാരമ്പര്യമാണോ സിനിമയിലേക്ക് എത്താനായിട്ട് നമുക്ക് ആവശ്യം? അല്ലെങ്കിൽ ഒരു കഴിവുള്ളവനും ഒരു സിനിമയിൽ ഭയങ്കര പാരമ്പര്യമുള്ള ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും നമ്മുടെ മലയാള സിനിമ ചൂസ് ചെയ്യുന്നത്? ആരെയായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിങ്ങിൽ? പാരമ്പര്യം നമുക്കൊരു സ്റ്റാർട്ടപ്പ് വരും, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് പാഷനും വേണം, ഹാർഡ് വർക്കും വേണം, കാലിബറും വേണം. അപ്പോൾ പ്രേം നസീറിൻ്റെ മകൻ സിനിമയിൽ വന്നിട്ടുണ്ട്, മമ്മൂക്കയുടെ മകനും സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ മകൻ അറിയാലോ. അപ്പോൾ നമുക്ക് അത്ര വലിയൊരു അറിയപ്പെടുന്ന ആളല്ല. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി? നമുക്ക് സ്റ്റാർട്ടപ്പ് കിട്ടും ഏതൊരു ഫീൽഡിലും. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നന്നായി നമ്മൾ മെനക്കെടണം. പിന്നെ ഹാർഡ് വർക്ക് കാര്യങ്ങൾ ഒക്കെ വേണ്ടി. ഈ ഓഡീഷൻസിൽ ഫ്രോഡ് കോൾസ് അങ്ങനെ വല്ലതും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കാണുമ്പോൾ ചെന്ന് പെട്ടുപോകുന്നവർ അങ്ങനെ എന്തെങ്കിലും വിഷ്ണുവിന്റെ അനുഭവം? ഞാൻ പണ്ട് തുടങ്ങി 2018 തൊട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നത്. അപ്പം ആദ്യ കാലത്ത് ഓഡിഷൻ കേൾക്കുമ്പോൾ ഒരാൾ വിളിച്ചടാ നാളെ എന്തൊരു ഓഡിഷൻ പറഞ്ഞാൽ ബാഗ് എടുത്ത് ഇപ്പോൾ ആ സ്പോട്ട് വിടും. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി. 100-150 ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര സിനിമയായിട്ട് പുറത്തിറങ്ങി. ഞാൻ അഭിനയിച്ച ഒരു പടം ഉൾപ്പെടെ, ഞാൻ അഭിനയിക്കാത്ത വേറെ പടം ഉൾപ്പെടെ 2 പടം ഞാൻ എൻ്റെ കണ്ണ് പെട്ടിട്ട് സിനിമയായിട്ട് ഇറങ്ങിയത് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ബാക്കി 148 പടങ്ങളിൽ ഞാൻ എൻ്റെ സമയവും ഞാൻ സ്പെൻഡാക്കിയ ഒക്കെ വേസ്റ്റ് ആയി പോയില്ലേ.
അപ്പോൾ കുറേ കൂടെ പ്രാക്ടിക്കലി ചിന്തിച്ചു. ഓഡിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വീട്ടുകാരുടെ പോയി പറയും, അമ്മേ ഞാൻ ഈ പടത്തിൻ്റെ ഓഡിഷനാണ് അറ്റൻഡ് ചെയ്ത്. നിങ്ങളെ അമ്മ പോയിട്ട് ചിലപ്പോൾ ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയും. ആ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു. അപ്പൊ എന്താണ് വിഷ്ണുവിന് ഇതിനോടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? സിനിമാ മേഖലയിൽ പൊതുവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണോ അതോ ചില എല്ലായിടത്തും ഉണ്ടാക്കിയില്ല? സിനിമാ മേഖല മാത്രമല്ലല്ലോ അല്ലേ? അല്ലല്ല, എല്ലായിടത്തും ഉണ്ടാകും. സിനിമ മേഖലയിലാവാൻ കാരണം അതൊരു സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം ഒരു നടനെ, പ്രശസ്തനായ നടനെ പറ്റിയിട്ട് നമ്മൾ ഗോസിപ്പ് പറയുമ്പോൾ കിക്ക് നമുക്കൊരു സ്കൂൾ പഠിക്കുന്ന അധ്യാപിക പഠിച്ച ഓർമ്മ കിട്ടുമോ? അതാണ് ഒരു കോണ്ടന്റ് ആയി. അതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു. അതെ. പിന്നെ ഈ അവസരങ്ങൾക്ക് വേണ്ടി മുട്ടപ്പെടുന്ന വാതിലുകൾ, അങ്ങനെ വിഷ്ണു മുട്ടിയിട്ടുണ്ടോ? വിഷ്ണുവിന്റെ വാതിൽ വിഷ്ണു മുട്ടിയിട്ടുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേരെ പിറകെ പോവുക. ഞാന് VM സാറ് വീട്ടില് ഗേറ്റിന്റെ അവിടെ ക്യാമറ വെച്ച് എന്നെ പേടിച്ചിട്ടെന്ന് പറഞ്ഞ പലരും വിശ്വസിക്കില്ല. ശല്യപ്പെട്ടിരുന്നു. കാരണം അല്ല, നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ശല്യംകാരനെ ഒഴിവാക്കി വിടുന്ന അവസ്ഥ. ഞാൻ ഒരു ദിവസം തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പോയിട്ടുണ്ട്, 3 നേരം വെച്ച് പോയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ. കാരണം അയാൾ തോന്നിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ അവർ ഒഴിവാക്കുന്നതാണ് ഒരു എളുപ്പം തോന്നുന്നില്ല. കാരണം സിനിമയ്ക്ക് എന്നെയോ നിങ്ങളെ ആവശ്യമില്ല. എന്നെയോ ഗ്രീഷ്മേനെ സിനിമയ്ക്ക് ആവശ്യമില്ല, നമുക്കാണ് സിനിമയുടെ ആവശ്യം. അപ്പൊ ആവശ്യക്കാരന് ഔചിത്യബോധം വേണ്ടല്ലോ. ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കുന്നതായിട്ട് സിനിമാ ഫീൽഡിൽ ആരെങ്കിലും ചേർത്ത് പിടിച്ച ഒരാള് സിദ്ദിഖ് സാർ. ഫറോക്ക് KCP LLB ശ്രീനാഥ് ബാസിയുടെ പടത്തിൽ നല്ലൊരു വേഷം അവിടെ OTT ഇറങ്ങി പോയിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചിട്ട് പല ഡയറക്ടർമാരും പേര് പറയാൻ പറ്റാത്തവരുണ്ട്. എന്നെ തോളോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ചേർത്ത് ഫറോക്ക് KCP സിദ്ദിഖ് സാർ. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ സദാശിവന്റെ നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള പടത്തിൽ OTT പടമായിരുന്നു, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ എന്തോ അദ്ദേഹം താല്പര്യം തോന്നി. ഷൂട്ട് കഴിഞ്ഞ് രാത്രി പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്നോട്, അടുത്ത പടം ചെയ്യുന്നുണ്ട് ശ്രീനാഥ് ബാസിനെ വെച്ചിട്ട് വിഷ്ണുവിന് അതൊരു വേഷം ഉണ്ടാവുന്നു. എനിക്ക് അത്ര വലിയ വേഷം എനിക്ക് അറിയില്ല. കാരണം മെയിൻ വില്ലൻ ആ ഒരു രീതിയിൽ വരുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയത് LLBയിൽ. പടം നന്നായിട്ട് അത്യാവശ്യം കളിച്ചു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഓഫർ ചെയ്ത ഒരാളാണ്. ഞാൻ ഈ അവസാനം നാളെ 11-ാം തീയതി ഇറങ്ങാൻ പോണ ജമീലൻ്റെ പൂവൻകോഴി ഡയറക്റ്റ് ചെയ്ത ഷാജാൻ സാറ് വരെ ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നതാണ്. ഈ ശ്രീനാഥ് ബാസിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എല്ലാവരും ഭയങ്കര ഒരുപാട് അപവാദങ്ങൾ നേരിടേണ്ടി വന്നൊരു മനുഷ്യനാണ്. ആളതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല. എങ്ങനെയായിരുന്നു? അപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് സ്റ്റാൻഡേർഡിന് താന്നിട്ട് ശ്രീനാഥ് ബാസിനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരിക്കലും അത് കേട്ടു. കാരണം അദ്ദേഹത്തിന് അത് സഹിക്കില്ല. കാരണം അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൂടെ എന്നോട് നല്ല രീതിയിൽ പെരുമാറി. ഞങ്ങൾ 3-4 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു വെച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ, നിങ്ങൾ അവസാനം വിളിച്ച സിഗരറ്റിൻ്റെ ബ്രാൻഡുകൾ അവസാനം എന്താ ചോദിക്കാറേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം എന്നോട് എൻ്റെ പേര് എടുത്ത് വിളിക്കുക ചെയ്ത് വിഷ്ണു ഇല്ല. അദ്ദേഹത്തിന് പിന്നെ നമ്മൾ സാർ എന്നൊക്കെ വിളിക്കുന്ന ആളെ പെട്ടെന്ന് ആൾക്കാർ അയാൾ ഏമാത്തുന്ന അയാൾ ശരിക്കും മനസ്സിലാവും. കളി എന്താണ് അത് ബ്രോ ബഡ്ഡി എന്നൊക്കെ വിളിച്ചാൽ അങ്ങനെ ഒരു അംഗീകരിക്കുകയാണ് നല്ല വൈബിലുള്ള ആളാണ്. അല്ല സാറെ അങ്ങനെ ആ മൂഡിൽ പോയി ആ മനസ്സിലായി ഇയാൾ ഏമാത്ത മനസ്സിലാക്കി അയാൾ ആ ലെവലിൽ നിർത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ അറിയാം മീഡിയക്കാരൊക്കെ പാടെ അദ്ദേഹത്തെ കിടന്ന് ഇതാക്കുക. അദ്ദേഹത്തിന് ഈ ഇത് ഫേക്കിങ് ഇഷ്ടമല്ല. ഫേക്കിങ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളെ. അദ്ദേഹത്തെ മുന്നിൽ നിന്ന് ഇപ്പോൾ ഒരു ചാനലിന് എന്തെങ്കിലും ഒരു ചോദ്യം ഇട്ടിട്ട് അത് കൊടുത്തി കഴിഞ്ഞാൽ ആ ചാനലിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് അതിനൊന്നും കേട്ടിക്കാനോ അത് സ്കിപ്പ് ചെയ്യാനുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ശുദ്ധത കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അത് പിന്നെ അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് വരിക ചെയ്യുന്നു. ഈ സിനിമാ മേഖലയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാഫിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പേടിക്കുന്നത് അതുകൊണ്ടാണ് സിനിമയിലേക്ക് വിടാനായിട്ട്. മക്കളെ പെൺകുട്ടികളെ വിടാനായിട്ട് പെൺകുട്ടികൾ എത്രയോ പേര് ബോൺ ആക്ട്രസ് ഉണ്ട്, അവരെ വരെ രക്ഷിതാക്കൾ വിടുന്നില്ല. എന്താണ് സംഭവം? ഇതൊക്കെ എല്ലാ ഫീൽഡിലും ഇല്ല. സ്കൂളിൽ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം വേറെ നല്ല ഫീൽഡിൽ ഈ പറയുന്ന അബ്യൂസസ് നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫിലിം ഫീൽഡ്. അവരെ വിടുന്നില്ല. ഫിലിം എത്രയും നല്ല കഴിവാം. അവർ പറയുന്നത് മോളെ ഫിലിം എങ്ങനെയാണ്, മോള് അങ്ങനെ പോവും ചീത്തയായി പോവും. ആ കുട്ടിയുടെ പാഷൻ മനസ്സിലാവുന്നില്ല. ഒരു ആൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അല്ല, വിഷ്ണുവിന് തോന്നുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം സിനിമാ മേഖലയിൽ വരും, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ നാട്ടുകാരെയോ അല്ലെങ്കിൽ പാരൻസിനെയോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് പലതും നടക്കുന്നുണ്ട്, അത് പുറത്ത് വരുന്നുണ്ട്. സത്യാവും ചിലത് ഫേക്ക് ആവും. ഞാൻ പറഞ്ഞു, പക്ഷെ അത് എല്ലാ മേഖലയിലും വരുന്നുണ്ട്. സിനിമയിൽ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിപ്പം
ഒരു പ്രമുഖ നടനെ പറ്റിയിട്ട് ഒരു ഗോസിപ്പ് പറയുമ്പോൾ ഒരു കിക്ക് ഒരു സ്കൂളിലുള്ള അധ്യാപകനെ പറഞ്ഞാൽ കിട്ടൂല, അല്ല ഒരു എഞ്ചിനീയറെ പറഞ്ഞാൽ കിട്ടൂല. കാരണം അവര് ആ മീഡിയ ഫീൽഡിലുള്ളവരാണ്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് ഒരു കൾച്ചർ ഉണ്ട് അല്ലേ. സിനിമ അന്ന് എങ്ങനെയാണ്, ഇന്ന് എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന കാലത്ത് എങ്ങനെയായിരിക്കും. അതിന്റെ ടെക്നിക്കൽ സൈഡ് മാറും. ഇപ്പം പണ്ടത്തെ ആക്ടിങ് അല്ല ഇപ്പോഴത്തെ ആക്ടിങ്. എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ അബ്യൂസ് അതിനിപ്പം എന്നെ സംബന്ധിച്ചാൽ ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഫിലിം ഫീൽഡ്. അത് എനിക്ക് തോന്നുന്നില്ല മാറും, എനിക്ക് തോന്നുന്നില്ല. കാരണം അത് സിനിമയുടെ ഒരു കൾച്ചറാണ് അത്. അപ്പോൾ മാറട്ടെ. അതെ, ഞാൻ ഒരു ഫോട്ടോ കണ്ടിരുന്നു ടോവിനുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ടോവിന വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചേക്കാണ്. സാധാരണ ഇതിൽ നേരെ തിരിഞ്ഞു വരാം. അപ്പൊ അതെന്താണ് ആ പിക്ചറിന് പിറകിലുള്ള ഒരു വസ്തുത? ഞാൻ പറയാം, ചിലപ്പോൾ പറഞ്ഞ എൻ്റെ കണ്ണ് പറഞ്ഞു വൈകാരികമായി പോയി. കാരണം ഇവിടെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. അപ്പോൾ അന്ന് 2014 പൂതറ പടത്തിൻ്റെ ഷൂട്ടിന് സണ്ണി വെയിൻ, ടൊവിനോ, ഭരത്. ഒന്ന് ഓർക്കണം, സണ്ണി വെയിനും ഭരതും സ്റ്റാർ വാല്യൂള്ള നടന്മാരാണ്. ടോവിനോടെ രണ്ടാമത്തെ പടം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള സണ്ണി വെയിനൊക്കെ അന്ന് റൈസിംഗ് സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു നീക്കോഞ്ഞാച്ചക്കാരുടെ ടൈമാണ്. അപ്പോൾ ഞാനൊക്കെ സണ്ണി വെയിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ഭരത് പിന്നെ അറിയാലോ കാതിൽ, പിന്നെ എത്ര ഫോട്ടോ പിള്ളേർ ആരും മനസ്സിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇമേജ് വെച്ചിട്ടാണ് അങ്ങനെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ സണ്ണി വെയിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് സണ്ണി വെയിനൊക്കെ പറഞ്ഞു ഓക്കെ കാഷ്വലി ഫോട്ടോ എടുത്ത്. ഭരതിൻ്റെയും കൂടെ ഫോട്ടോ എടുത്ത് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരാണ് മാത്രമുണ്ട്, മൂന്ന് നായകന്മാർ ഒരാളാണ് നോക്കണേ. അയാൾ താഴത്തിരുന്നിട്ട് ഇങ്ങനെ എന്തോ കുത്തി വരയ്ക്കുന്നതൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഏതായാലും വന്ന് 3 നടന്മാർ ഇയാളെ കൂടെ ഫോട്ടോ എടുക്കാം. എത്ര വിചാരിച്ചു ഇയാൾ നാളെ നടനാവും പ്രശസ്തനാവും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് പോയിട്ട് ചേട്ടൻ ഫോട്ടോ. അപ്പൊ ഇതേ സന്തോഷം. ആരും ഫോട്ടോ എടുക്കാൻ വരുന്നില്ല ഇയാളടുത്ത്. ഇയാള് ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ എടുത്തില്ല. ഇപ്പൊ ഞാന് സണ്ണി വെയിന്റെയോ ഭരതിന്റെയോ ഫോട്ടോ ഇട്ടാല് ഒരു 50 ലൈക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ഓരോ പടം ടോവിന് ഇറങ്ങുമ്പോൾ ഫോട്ടോ ചുരുങ്ങി താഴെ. കാരണം ആ ഫോട്ടോ കണ്ടെങ്കിൽ മനസ്സിലായി എത്രത്തോളം ഏട്ടനന്യന്മാർ നിൽക്കുന്നതായിരുന്നു. ഇപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണമാണ് ഓർമ്മ വരും. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ്. അതെ, അപ്പൊ വിഷ്ണുവിന്റെ ഫേവറേറ്റ് ഏതാണ്? ഇനി ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ബിരിയാണിനെക്കാട്ടും ഇഷ്ടം പിന്നെ ബ്രോസ്റ്റഡ് ഐറ്റംസ് ആണ്. പക്ഷെ ബിരിയാണി അല്ലേ കോഴിക്കോട്. ഇപ്പം അതിലേക്ക് കുറച്ച് ഗ്രിൽഡ് ഐറ്റംസിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം പക്ഷെ എനിക്ക് എവർഗ്രീൻ ആയിട്ട് അന്നും ഇന്നും എനിക്ക് കൊതിയുള്ളൊരു സാധനം ചായയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വിദേശത്ത് പറഞ്ഞാൽ കേരളം വിട്ട് കർണാടക പോയാലും എനിക്ക് അടുത്ത് ചായ ടേസ്റ്റ് ചെയ്യണം. ആന്ധ്രയിൽ പോയാൽ അടുത്ത് ചായ ടേസ്റ്റ് ചെയ്യണം. ആ ചായന്റെ കാര്യം ചായ റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചപ്പോൾ ഒരു ആശ്വാസം. അപ്പം എങ്ങനെയാണ് ഈ ഓഡീഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം അതും വീട്ടുകാരുടെ ചെലവിൽ തന്നെയാണോ അതോ സ്വന്തമായിട്ട് സമ്പാദിച്ച്? ഞാൻ കാര്യം പറഞ്ഞെ, ഈ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ യാത്ര മാതിരി എടുക്കാറ്. എനിക്ക് തൃശ്ശൂരാണെങ്കിലും എൻ്റെ നാടൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്നിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പോൾ പോക്കറ്റ് മണി ഉണ്ടാവും. എൻ്റെ പോക്കറ്റ് ഞാൻ സിനിമയിൽ തന്നെ പറഞ്ഞല്ലോ എനിക്ക് എത്ര വലിയ സമ്പാദിക്കാൻ പറ്റില്ലെങ്കിലും പിന്നെ ചിലവില്ലാത്തതുകൊണ്ട് അധികം പൈസ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഓഡിഷൻ വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂരാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ തങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ടുമുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛനമ്മ ചോദിക്കാറുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ചോദിക്കാറുണ്ട്. കാരണം അവരെ നമ്മളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്കിന് നമുക്ക് പോകാൻ സമ്മതിക്കില്ല. ഇപ്പൊ അവർ സമ്മതിച്ചോളൂ ഇത് കേട്ട് കഴിഞ്ഞാൽ. എന്ത് അക്കൗണ്ടിലാണ് ഞാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാന്നൊക്കെ പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് പറയാറുണ്ട് ഈ സാമി ലോഡ്ജ് പൈപ്പ് വെള്ളമൊക്കെ ശീലമില്ലാത്ത നടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? സാമി ലോഡ്ജ് തീക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. സാമി ലോഡ്ജിൽ ഞാൻ പറഞ്ഞാൽ കൊച്ചിയിലുള്ള ലോഡ്ജിൻ്റെ കൊതുകടി നന്നായി അനുഭവിച്ച ആളാണ് ഞാൻ. പിന്നെ അവിടുത്തെ റെയിൽവേ ഞാൻ കൊച്ചിയിലെ പൈസ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ 5 സ്റ്റാർ ലേമറിഡിലും ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെറൈൻ ഡ്രൈവിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? ചെന്നൈ പോയിട്ടുണ്ട്. അതെങ്ങനെ തമിഴ് മറ്റേ ഹിന്ദി പിന്നെ നോക്കിയില്ല? ഹിന്ദി കുറെ കാശ് അവിടെ വെച്ചാൽ വേറെ രീതിയാണ്. നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിലത്തെ മാറിയില്ല. അവർ നടുവിൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വിദ്യുത് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. അവരാണ് മിക്ക സെലിബ്രിറ്റീസ് മാനേജ് ചെയ്യുന്നത്. അവരുടെ ഒരു പോർട്ട്ഫോളിയോ പ്രൊഫൈൽ നമ്മൾ കയറി പറ്റാന്നുള്ള ആദ്യത്തെയാണ്. ഈ തമിഴിൽ സിനിമ ചെയ്തിട്ടുണ്ടോ വിഷ്ണു? തമിഴ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ട്? നമ്മുടെ തമിഴ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും മലയാളീസ് ആണ്. തമിഴ് ലാംഗ്വേജ് ആണല്ലോ കൂടെ വർക്ക്. മെയിൻ നായകൻ മാത്രമാണ്. അല്ലും തമിഴൻ നായകൻ 2-3
നടിയെടുക്കുന്ന നബക്ക് മലയാളിയാണ്. എന്നാലും തമിഴ്നാട്ടിലായിരുന്നു ഷൂട്ടിങ്, പൊള്ളാച്ചിയിലായിരുന്നു. അതെ അല്ലേ, പൊതുവെ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടേ മലയാളത്തിൽ കുറച്ചും കൂടി മേയർ പിടിച്ചടക്കുന്നവരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആണ് എല്ലാവരും, ഇത്തിരി എളുപ്പം കൂടുതലെന്ന് പറയും അവിടുത്തെ നടന്മാർക്ക്. നമുക്ക് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ. അത് ഞാൻ ചോദിച്ചു. അതാണല്ലോ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അസിനാണെങ്കിൽ നയൻതാരാണെങ്കിൽ എന്താ അങ്ങോട്ട് വരാത്ത. അവിടെ അപ്പോൾ നിങ്ങൾ ഡാൻസ് അറിയുന്ന ഒരാളാന്ന് പറഞ്ഞ് നിങ്ങളെ തൊഴിൽ ചെയ്യുക. ഇവർ ഡാൻസർ എന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ കലയാണ്. അവിടെ വിജയിന് അതുപോലെ തന്നെ ചിരഞ്ജീവി, നാഗാർജുനെയൊക്കെ ദൈവത്തെ പോലെ കൊണ്ടാടുന്നത്. കാരണം അവിടെ വെച്ചാൽ അവരുടെ ഡാൻസൊക്കെ അവരുടെ ഒരു പാർട്ട് ഓഫ് ദിയർ കൾച്ചറാണ്. ഇപ്പം ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കേണ്ട, ഒരു ദിവസം ഒരു നടനായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ മലയാളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നടനായിട്ട് ജീവിക്കാൻ ഒരു വരം തരികയാണ്, ഏത് നടനെ ചൂസ് ചെയ്യും? ഓഫ് കോഴ്സ് ലാലേട്ടൻ. എന്താണ് അട്രാക്ട് ചെയ്യാൻ ലാലേട്ടനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഇന്ന ലാലേട്ടനായിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യാം? അദ്ദേഹം ഒരു പ്രത്യേക ഒരു ചിട്ടൽ ഒതുങ്ങി ഏകദേശം എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് ഏകദേശം കുറച്ച് താരതമ്യം. ഞാൻ പറഞ്ഞില്ല ഷൂട്ടില്ലാത്ത ടൈമിൽ എൻ്റെ റൊട്ടീൻ തന്നെ വേറെ എക്സ്ട്രീംലി ഡിഫറെൻറ്റാണ്. അതിൽ 12 മണിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രയർ ലഞ്ചൊക്കെ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈസ് ജസ്റ്റ് ഓഷൻ്റെ ബുക്ക് വെച്ച് ഓഷൻ ഒഴുകാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ബോട്ടിലെ വെള്ളമല്ല അയാൾ. അദ്ദേഹം ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ച വെള്ളമല്ല, കുപ്പിയിലെ വെള്ളമല്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുക. അതുപോലെ ഒഴുകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ആരാധിക്കുന്ന അറിയാം ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ക്രഷുള്ള ഒരു അസിനെ ഭയങ്കര ക്രഷായിരുന്നു പഠിക്കുന്നത്. അന്ന് ഈ ശിവകാശി, ഗജിനി എന്ന് +2 പഠിക്കുന്ന ടൈമാണ്. വെച്ചാൽ ഗജിനിയൊക്കെ ഭയങ്കര. പിന്നെ പാട്ട് ഞാൻ സൂര്യനെ കാണാൻ വേണ്ടി തന്നെ ഞാൻ പടം കണ്ട് ഓപ്പണായി പറയാം. പടം കാണാൻ പോയത് 5 പ്രാവശ്യം ഗജിനി കണ്ടിട്ടുണ്ട്. അസിൻ്റെ പടം കാണാൻ വേണ്ടി പടം. ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രണയം ഉണ്ടായിട്ട് 1 വേ ആണ്. 2 വേ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇല്ല. നിങ്ങൾ ഗ്ലാമർ ഉണ്ട് ചോദിക്കേണ്ട, 2 വേ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ എങ്ങനെ ശുദ്ധനാണ്. അല്ല നേരത്തെ പറഞ്ഞ പോലെ കള്ളുകൂടിയില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇതൊക്കെ ഉള്ളവനെ പെട്ടെന്ന് സെറ്റ് ആവും. അതെ, ഇപ്പൊ ഒരു ട്രെൻഡാണ് ഫ്രീക്കന്മാര് ഇങ്ങനെ നടക്കുന്നവര്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീൻസ് ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെട്ടത് രണ്ടും കൂടെ രണ്ടൊരു ഇതിൽ യോജിക്കുന്നുണ്ട്. ആരെങ്കിലും തേച്ചിട്ടുണ്ട്, ആരെങ്കിലും തേച്ചിട്ട് പോയിട്ടുണ്ട്. എന്നെ തേച്ചിട്ടുണ്ട്, ഞാൻ ചിലർ അങ്ങോട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ജീവിത യാത്രയിൽ ചിലവർക്ക് പല ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അത് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല, എന്നെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അവരുടെ യാത്രയാണ്, അവരുടെ ജേണിയാണ്. എൻ്റെ യാത്രയാണ് എൻ്റെ ജോലി. എന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ വേറൊക്കെ പറ്റില്ല, എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വിഷ്ണുവിന് എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് ഏതൊരു ക്യാരക്ടറിലേക്ക് മാറാനുള്ള ഒരു രൂപം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന വിഷ്ണു എല്ലാം നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ ഭയങ്കര ഗാംഭീര്യത്തോടുകൂടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് വെച്ചും വിഷ്ണുവിന് ഒരു ശാന്ത സ്വഭാവമായിട്ടായിരുന്നു. ഞാൻ അഭിനയിച്ച ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ, ഞാൻ 5 ഷോർട്ട് ഫിലിം ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് റിലീസ് ചെയ്തത്. ഞാൻ അഭിനയിച്ചത് ഗേ ആയിട്ടുള്ള മാഷ, അതായത് ഫോക്സ് കേസുള്ള ഫീൽഡ്. അപ്പോൾ അതിന് ഏകദേശം എൻ്റെ രൂപതൊക്കെ തന്നെയാണ്. പക്ഷേ ട്രിലോഗിൽ മീശ വെച്ചിട്ടുണ്ടായിരുന്നു. താടി വെച്ചത് ഈ 2021 തൊട്ടിട്ടാണ് ഞാൻ താടി വളർത്തുന്നത്. കൊറോണ പീരീഡിലൊക്കെ ആയിട്ട് ഞാൻ താടി വളർത്തുന്ന ടൈമാണ്. പിന്നെ കൊറോണ, പ്രീ കൊറോണ, പോസ്റ്റ് കൊറോണ ടൈമിലാണ് ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഇറങ്ങിയത്. LLB ടൈമിൽ ഇറങ്ങിയത്. അതുകൊണ്ടൊക്കെ തന്നെ താടി വെച്ച വേഷമാണ്. പിന്നെ എനിക്ക് വെച്ചാൽ ഞാൻ ഒരാഴ്ച തന്നെ ഭക്ഷണം കുറയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് കഴിയും. ഇപ്പൊ പല ആർട്ടിസ്റ്റുകളും നമ്മളെ പോലെ കടന്നു പോകുന്ന പല ആർട്ടിസ്റ്റുകളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. ഒരുപാട് സമയം കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വീട്ടുകാരും നോക്കണം, താരാത്മകളിൽ പെട്ടു. അപ്പൊ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന അതാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് വിഷ്ണുവിന് അവർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഇപ്പൊ വിഷ്ണുവിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് വിഷ്ണുവിന് ഫ്രീ ആയിട്ട് ഞാൻ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ബാക്കപ്പ് മാത്രമല്ല, ഞാനിപ്പോൾ 34 വയസ്സായിട്ട് ഞാൻ സമൂഹത്തിൻ്റെ സ്ഥാനം കല്യാണം കഴിച്ചില്ല. എന്നെ തന്നെ ഞാൻ ഡിഗ്രേഡ് ഇല്ല, കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ജോബില്ല. ഞാനും ഇത് സംഭവം അനുഭവിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടമല്ല. പണ്ട് നമ്മളെ വീട്ടിലൊരു 2-3 തെങ്ങും തൈയും വീട്ടിൽ മുറ്റത്തൊരു ആനുള്ള കാലഘട്ടമല്ല ഉള്ളത്. ഇപ്പോൾ ഏതൊരു പെൺകുട്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അഫെയറിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ വീട്ടുകാർ ചോദിക്കുന്നത് ഊ ആർ യു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്താ, ഞാൻ നടനാന്ന് പറയാൻ പറ്റുമോ? ആലോചന വന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു ബിസിനസ് കാര്യങ്ങളൊക്കെ അവിടെ കട്ടെ, ഞാൻ നടനാന്നുള്ള പേര് പറഞ്ഞാൽ മതി. ഇത്ര പേര് വിളിച്ച ആൾക്കാർ അതോടെ നിർത്തും, പിന്നെ വിളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമം ഉണ്ടാവാറുണ്ട്. പിന്നെ ഷാരൂഖ് ഖാൻ പറഞ്ഞവർ അറ്റ് ദ എൻഡ് എവരുടെ അവസാനം എല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞവർ അതിൽ പോവുകയാണെങ്കിൽ സിനിമയിലൊക്കെ ഞാൻ ഒരുവിധം അഡ്വൈസ് കൊടുക്കുന്നത് നിങ്ങൾ സിംഗിളായി നിൽക്കാന്നല്ല. കാരണം അതാണ് ബെറ്റർ. കാരണം നിങ്ങളൊരു അല്ലെങ്കിൽ പിന്നെ ലിമിറ്റ് ഞാൻ കൂടുതൽ പറയുന്നില്ല വെച്ചിട്ടുള്ളൂ. കമൽഹാസൻ സാറൊക്കെ അദ്ദേഹം ഈ മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. അതിനോട് യോജിക്കണ്ട.
ഇല്ല. പലപ്പോഴും നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് ഈ റിവ്യൂ പറയുന്നവർ ഒരുപാട് ഫേമസ് ആവുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? സിനിമനെ പറ്റി റിവ്യൂ പറഞ്ഞാൽ ഫേമസ് ആയിക്കോളും. അങ്ങനെ ഫേമസ് ആവാൻ താല്പര്യമുണ്ടോ? അമ്മേനെ തല്ലിയ രണ്ടിൻ്റെ പക്ഷം, അമ്മേനെ തല്ലിയിട്ട് പക്ഷം പിടിക്കുന്ന സ്ഥാനത്തില്ല, എനിക്ക് ആഗ്രഹമില്ല. പിന്നെ അടുത്ത പ്രൊജക്റ്റുകൾ വിഷ്ണുവിൻ്റെ? അടുത്ത പ്രൊജക്റ്റുകൾ കമ്മിറ്റി ഇടേതിനെക്കാട്ടും കൂടുതൽ ഇറങ്ങാണ്, ചെയ്ത് വെച്ച വർക്കുകൾ ഇറങ്ങാണ്. കമ്മിറ്റിയുടെ ലേറ്റസ്റ്റ് കമ്മിറ്റി ചെയ്തിട്ടുള്ളൂ, ചെയ്ത് വെച്ചത് ഇറങ്ങാൻ ഇഷ്ടം പറഞ്ഞു. ആരെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിനി? എനിക്ക് ഷാജിക്കാരൻ സാർ, കാരണം ഞാൻ ഓർമ്മിച്ച കാലം നമ്മൾ നരസിംഹം വലിയേട്ടനൊക്കെ കാണും, അദ്ദേഹത്തിൻ്റെ ക്യാമറ ഒക്കെ ലാലെ വലിയേട്ടൻ്റെ സിനിമ ഉണ്ട്, അത് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ BMW വന്ന് അറിയുന്ന ആ കാലിൻ്റെ അവിടെയാണ് ഷോട്ട്, അതൊക്കെയാണ് പിന്നെ അമൽനീരത് കൊണ്ടുവന്നത്, ആദ്യത്തെ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് ഷാജിക്കാരൻ സാർ. അപ്പം അങ്ങനത്തെ ഒരു അത് ശരിയായിട്ട് ഞാനൊക്കെ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആക്ഷൻ ഫിലിം ഷാജി കൈലാസാണ്, ഒരേ ഒരു പേരുള്ളൂ നമ്മുടെ ഉള്ളിൽ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. അദ്ദേഹം ഇപ്പം അദ്ദേഹം കമ്പാരിറ്റീവ്ലി ഇപ്പം മറ്റുള്ള ഡയറക്ടർമാർ ഇൻഡസ്ട്രിയിൽ വൈബ്രൻ്റ് ആയ ഡയറക്ടറാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ട്. കാരണം ഞാൻ വളർന്ന കാലഘട്ടത്തിൽ എൻ്റെ വളർച്ചയിൽ സ്വാധീനം ചോദിച്ചറിഞ്ഞോ അറിയാണ്ടോ അയാൾ ഒരു ആക്ഷൻ സിനിമ ചെയ്തിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സിനിമ വിട്ടിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ കയ്യിലുണ്ടോ? സിനിമയിൽ തന്നെയാണോ അല്ലെങ്കിൽ സിനിമയിൽ അല്ലാണ്ട് ഒരു എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെ എന്തെങ്കിലും? പാട്ട് പാടുക ഒക്കെ കലാപരമായിട്ടുള്ള അല്ലാതെ ചില്ലറ പരിപാടി ഉണ്ടെന്നല്ല, സിനിമ അത് കല വിട്ടിട്ടുള്ളത് കച്ചവടം മാത്രമേ ഉള്ളൂ. കച്ചവടം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ തിരികെയും ചെയ്യും അല്ലേ? ചോറല്ലേ, അതെ. അതുണ്ടാകാനാണ് വലിയ മുട്ടില്ല പോകുന്നത്, അപ്പം അതിലേക്ക് തന്നെയാണ് ശ്രദ്ധ. അല്ല, എനിക്ക് തോന്നുന്നു വിഷ്ണുവിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം മുന്നിൽ കിടക്കുന്നുണ്ട്. സിനിമ എന്നുള്ള ലക്ഷ്യമുണ്ട് അല്ലേ? സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ സിനിമ ഒരിക്കലും ശാശ്വത അല്ലല്ലോ അല്ലേ? നമുക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഗ്രീഷ്മി ഞാനൊക്കെ തരണം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യിപ്പിട്ട്. ശരിയാണ്, അത്ര വലിയൊരു സ്ട്രഗ്ലിംഗ് പോയിന്റിലാണ്. ഗ്രീഷ്മേൻ്റെ കഥ കുറച്ച് ചാവിനെ പറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഭീഷ്മ സർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഫിലിം ഫീൽഡ് തന്നെ ഭീഷ്മയ്ക്ക് എന്ത് സ്ട്രഗിളിനെ സർവ് ചെയ്യാൻ പറ്റും? ഞാൻ ഈ ഫിലിം ഫീൽഡിൽ പോസിറ്റീവ് റോൾസ് അല്ലാണ്ട് നെഗറ്റീവ് റോൾസ് ആയാലും കൈകാര്യം ചെയ്യുമല്ലോ അല്ലേ? നെഗറ്റീവ് റോൾസ് വെച്ചാൽ വില്ലന്മാരായിട്ട് നെഗറ്റീവ് പറയുന്നില്ല, വില്ലന്മാരാണ് പലപ്പോഴും നടനെ സംബന്ധിച്ചോളം ആക്ടർ എന്തും കൈകാര്യം ചെയ്യും. അതെ അതെ. അപ്പം എന്തായാലും വിഷ്ണു ഒക്കെ വിചാരിച്ച പോലെ തന്നെ അല്ലേ, ആ ലക്ഷ്യബോധത്തിൽ അവസരങ്ങൾ വരട്ടെ, അതാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വണ്ടി അടിച്ചു വന്നവർക്കും എൻ്റെ സന്തോഷം. അപ്പോൾ ചാനൽ മലയാളത്തിനോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഇനി ഇതുപോലെ ഇന്റർവ്യൂ വരണം. അല്ല, ഇനി ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, ഒരു ചാറ്റ് ഷോ ആവട്ടെ. ഇന്റർവ്യൂ വിട്ടിട്ട് ഒരു ചാറ്റ് ഷോ, അതെ അതെ, അതുപോലെ ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ ഇനി മലയാള ഫിലിം ഫീൽഡിൽ ആക്ടേഴ്സ് ആയിട്ട് മാറട്ടെ നമ്മൾ രണ്ടുപേരും. ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. താങ്ക് യു.